കോൺക്രീറ്റിൽ മനോഹര ശില്പങ്ങൾ തീർക്കുന്ന മൂവാറ്റുപുഴക്കാരൻ ചാക്കോച്ചനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാളയോട്ട മത്സരത്തിനോടുള്ള കമ്പമാണ് ചാക്കോച്ചനെ ശില്പനിർമ്മാണത്തിലേക്ക് എത്തിച്ചത്. മലമുകളിൽ പ്രാർത്ഥിക്കുന്ന യേശുവും ഗ്രോട്ടോയുമൊക്കെ ചാക്കോച്ചന്റെ ഏറെ ശ്രദ്ധയാകർഷിച്ച ശില്പങ്ങളാണ്. ആന, മുയൽ, ഒട്ടകം, തത്ത, പരുന്ത്, പ്രാവ് തുടങ്ങി മൃഗങ്ങളും പക്ഷികളുമൊക്കെ ശില്പങ്ങളായി തലയുയർത്തി നിൽക്കുകയാണ് ചാക്കോച്ചന്റെ വീട്ടിൽ. കാളയോട്ടക്കാരനായിരുന്നു കല്ലൂർക്കാട് സ്വദേശി ചാക്കോച്ചൻ. ശില്പകലയിൽ മുൻപരിചയമോ പരിശീലനമോ ചാക്കോച്ചനില്ല. കാളവണ്ടിയോട്ട മത്സരത്തിൽ കേരളത്തിനകത്തും പുറത്തും നിരവധി സമ്മാനങ്ങൾ നേടിയ ചാക്കോച്ചന് മത്സരങ്ങൾ ഇല്ലാതായതോടെയാണ് താൻ പരിപാലിച്ചു പോന്ന കാളകളുടെ ഓർമ്മ നിലനിർത്താൻ ഇങ്ങനെയൊരു ആശയത്തിലേക്ക് എത്തിയത്. ആദ്യമായി നിർമ്മിച്ചതും ഒരു കാളയുടെ ശില്പം തന്നെ. കലാപാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ പിറന്ന തനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് ശില്പകലയെന്ന് ചാക്കോച്ചൻ പറഞ്ഞു. 10-20 വർഷമായി കാളവണ്ടിയോട്ട മത്സരത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതിൽ ഒരു നല്ല കാളയുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഒരു രൂപം ചുമ്മാ ഇരുന്നിപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ ഒരു 10-40 ഈ ഇട കൊണ്ടല്ല ഇത്രയും കാലം കൊണ്ട് ഒക്കെ സൃഷ്ടിച്ച് വച്ചിട്ടുണ്ട്. അത് വലിയ ശാസ്ത്രീയ പഠനമൊന്നുമില്ല, ഒരു കലാവാസന കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ അങ്ങോട്ട് ചെയ്തു പോകുന്നു, അതേ ഉള്ളൂ. ഇന്നിപ്പോൾ കോൺക്രീറ്റിൽ മനോഹരമായ ശില്പങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ചാക്കോച്ചൻ. ചാക്കോച്ചൻ നിർമ്മിക്കുന്ന പ്രതിമകൾ കണ്ട് നാട്ടുകാരും സുഹൃത്തുക്കളും അമ്പരന്നു. ഒപ്പം ഇവരുടെ പ്രോത്സാഹനവും ഭാര്യ മേഴ്സിയുടെ സഹായവും കൂടിയായപ്പോൾ ഈ 70കാരൻ ശില്പനിർമ്മാണം ശീലമാക്കി. ഇന്ന് ഇദ്ദേഹത്തിന്റെ വീടിനകത്തും മുറ്റത്തും മതിലിലും അങ്ങനെ ചുറ്റും സർവത്ര പ്രതിമകളാണ്. മഹാത്മാഗാന്ധിയുടെയും അയ്യങ്കാളിയുടെയും മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും വിശുദ്ധരുടെയും അങ്ങനെ ശില്പങ്ങളുടെ നിര നീളുന്നു. ധാരാളം സമയവും പണവും ചെലവഴിച്ച് നിർമ്മിച്ച പ്രതിമകൾ കൈമാറാൻ ചാക്കോച്ചൻ തയ്യാറല്ല. ഒരു കുതിരയുടെ പ്രതിമ നിർമ്മാണം പൂർത്തിയായതിന് പിന്നാലെ ജീവനുള്ള ഒരു കുതിരയെ സ്വന്തമാക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പോൾ ശില്പനിർമ്മാണത്തിനൊപ്പം തന്നെ കുതിരസവാരി പരിശീലനവും ചാക്കോച്ചൻ നൽകി വരുന്നു. പൗർണമി പവിത്രം, കൈരളി ന്യൂസ്, കൊച്ചി.